ഈ 1998 കാലഘട്ടത്തിൽ ഞാൻ വലപ്പാട് സി ആണ്. ആ സമയത്ത് തന്നെ മണിയൻ എന്ന് പറഞ്ഞൊരു സി ആണ് ഒല്ലൂരുള്ളത്. അപ്പോൾ അന്ന് ഞങ്ങൾ വളരെ കോപ്പറേറ്റ് ചെയ്താണ് കേസുകളുടെ ഇൻവെസ്റ്റിഗേഷനും ക്വസ്റ്റ്യൻ ചെയ്യലൊക്കെ നടക്കാറ്. ആൾക്കാരെ ചോദ്യം ചെയ്യലും കളവ് കേസ് പിടിക്കലുമൊക്കെ വളരെ രസകരമായിട്ട് തമാശയൊക്കെ പറഞ്ഞ് ഈ കള്ളന്മാരെ ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ മണിയൻ പിടിക്കുന്ന പ്രതികളെ വലപ്പാട് കൊണ്ടുവരും. ചിലപ്പോൾ ഞാൻ നേരെ വലപ്പാടെന്ന് ഒല്ലൂർ പോയി മണിയൻ്റെ പ്രതികളെ ചോദിക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് അവിടെ ഒരു മണിയൻ വരുന്നതിന് മുമ്പ് ഈ ആ ഹൈവേയിൽ മണ്ണുത്തി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മണ്ണുത്തിക്ക് വരുന്ന വഴിക്ക് ഒരു ജനാർദ്ദൻ നായരുടെ മരണമുണ്ട്. വാഹനം തട്ടി മരിച്ചതായിട്ട് സൈക്കിളിന് പോകുമ്പോൾ വാഹനം തട്ടി മരിച്ചു കിടക്കുന്നതായിട്ടാണ് കേസ്. അപ്പോൾ അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഒരു CI ഒരു DYSP വാഹിദാണ്. അദ്ദേഹം DYSP ആയിട്ട് റിട്ടയർ ചെയ്തു. അന്ന് സി ആണ്, വലിയൊരു സി ആണ്. ഇപ്പം മരിച്ചു പോയത്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ വളരെ നടത്തിയെങ്കിൽ ഇത് ഏതോ വാഹനം തട്ടിയിട്ട് വാഹനം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ ജനാർദ്ദൻ നായർ ഒരു എക്സ് മിലിറ്ററി ആണ്. അയാൾ മണ്ണുത്തിൽ ഗാർഡ് റിട്ടയർ ചെയ്തതിന് ശേഷം അവിടെ സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോലി നോക്കിയാണ്. അപ്പോൾ വളരെ മാന്യനായിട്ട് ജീവിക്കുന്ന തൻ്റെ കുടുംബമൊക്കെ നോക്കി ജീവിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുട്ടികളായിട്ട് ഒക്കെ വളരെ അറ്റാച്ച്മെൻറ്റുള്ള കൂട്ടത്തിലാണ്. കാരണം ഇദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്താണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബം ജീവിക്കുന്നത്. പെൻഷനും ഈ കിട്ടുന്ന മണ്ണുത്തി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളവുമാണ് ഇദ്ദേഹത്തിൻ്റെ ഏക വരുമാന മാർഗം. ഈ മരണപ്പെട്ട ജനാർദ്ദൻ നായർ മണ്ണുത്തി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിൻ്റെ സ്റ്റാഫാണ്, സെക്യൂരിറ്റി ഗാർഡാണ്. അപ്പോൾ അവിടെയും വേറെ സെക്യൂരിറ്റികളുണ്ട്. അപ്പോൾ അതിലൊരു സ്റ്റാഫായിട്ടാണ് ഇയാൾ ജോലി എടുക്കുന്നത്. അപ്പോൾ ഇയാൾ എക്സ് മിലിറ്ററി ആയതുകൊണ്ട് നേരത്തെ പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പട്ടാളച്ചിട്ട, നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ പട്ടാളച്ചിട്ട ഇപ്പോഴും ഉണ്ട്. എല്ലാം വളരെ കൃത്യസമയത്താണ്, വളരെ നന്നായിട്ട് വേഷം ധരിക്കും, വളരെ ക്ലീൻ ഷേവായിരിക്കും, മുടി വളരെ പ്രോപ്പറായിട്ടുള്ള ഹെയർ കട്ടാണ്. ഇന്നും ആ രീതിക്ക് തന്നെ ജീവിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇദ്ദേഹമാണ് ഒരു ദിവസം വാഹനം തട്ടി മരിച്ചതായിട്ട് റോഡിൽ കാണപ്പെട്ടത്. അപ്പോൾ അത് 2, 3, 4, 5 മാസമൊക്കെ അന്വേഷിച്ച് വാഹനം കിട്ടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒല്ലൂർ സി ആയിരുന്ന മണിയനുണ്ട്. അപ്പോൾ മണിയൻ ചെറുതുരുത്തി ഭാഗത്തുനിന്ന് തെഫ്റ്റ് കേസായിട്ട് ബന്ധപ്പെട്ട് 2-3 പേരെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതിൽ ഇങ്ങനെ പ്രതികളെന്നെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ സൈനുദ്ദീൻ എന്ന് പറഞ്ഞൊരു പ്രതിയുണ്ട്. സൈനുദ്ദീൻ സംശയിക്കുന്ന ആളാണ്. അപ്പോൾ അയാൾ ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു, സർ ഈ കീഴ്പ്പള്ളിക്കരയുള്ള ഒരാൾ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ കീഴ്പ്പള്ളിക്കര എന്ന് പറഞ്ഞാൽ വലപ്പാട് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്നൊരു 4 കിലോമീറ്റർ കിഴക്കോട്ട് മാറിയാൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയാണ്, വലപ്പാടിൻ്റെ ബോർഡറായിട്ട് വരും. അന്തിക്കാടിനേക്കാളും എളുപ്പം വലപ്പാടെന്ന് പോകാനാണ് കീഴ്പ്പള്ളിക്കരയ്ക്ക്. തുണിയടയ്ക്കാണെങ്കിൽ വളരെ അടുത്താണ്. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് സാർ ഇങ്ങനെ ഈ ചേകന്നൂർ മൗലിയായിട്ടൊക്കെ എന്ത് ബന്ധമുള്ള കേസാണ് സാർ ഇത്, അങ്ങനെയാണ് ഞാൻ കേട്ടതെന്ന് പറഞ്ഞു അയാൾ. അപ്പോൾ മണിയൻ പറഞ്ഞു, ശരി, അതിനെപ്പറ്റി ചോദിക്കാം, സംസാരിക്കാം. അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നീ പറഞ്ഞു, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, ഈ ജനാർദ്ദനൻ നായരുടെ മരണം സാർ അത് ഒരു കൊലപാതകമാണ് സാർ. അപ്പോൾ അതിങ്ങളുടെ കൊലപാതകം വണ്ടി കെട്ടി മരിച്ചതല്ലേ? അല്ല, അത് വണ്ടി കെട്ടി മരിച്ചതല്ലേ സാർ, അത് ഒരാൾ അടിച്ചു കൊന്നാണ് സാർ, എനിക്കറിയാവുന്ന ഒരാളാണ്. അപ്പോൾ മണിയൻ അതിനെപ്പറ്റി കൃത്യമായിട്ട് ചോദിച്ചു. അപ്പോൾ ഉടനെ തന്നെ മണിയൻ്റെ ടീമിൽപ്പെട്ട ആൾക്കാരെ ഉടനെ അയച്ചു. ഈ സംശയിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ പേര് നമുക്ക് ഫിറോസ് എന്ന് പറയാം. ഫിറോസിനെ കൂട്ടിക്കൊണ്ടുവന്ന് സ്റ്റേഷനിൽ വെച്ച് ചോദിച്ചപ്പോൾ ഇവനങ്ങനെ വളരെ ബലം പിടിച്ചൊക്കെ എന്ന് ചോദിക്കുമ്പോൾ മണിയൻ്റെ കൂടെയുള്ളവർക്കും സ്റ്റേഷനിലെ സ്റ്റാഫിനൊക്കെ ഒരു ചെറിയൊരു പേടിയും മടിയിക്കുകയും. അപ്പോൾ മണിയൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഇവനെ ഒന്ന് വലപ്പാടേക്ക് കൊണ്ടുവരുന്നുണ്ട്, നമുക്ക് അവിടെ ഒന്ന് കമ്പൈൻഡായിട്ട് ചോദിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, ഒരു കാര്യം ചെയ്യും, രാത്രി ആകുമ്പോഴത്തേക്കും ഒരു 8 മണിക്ക് ശേഷമാണെങ്കിൽ ഫ്രീ ആയിരിക്കും, വേറെ വലിയ തിരക്കുള്ള വർക്കൊന്നുമില്ല. അപ്പോൾ സാധാരണ ഈ ക്വസ്റ്റ്യൻ നടക്കൽ നമ്മൾ കുറച്ചൊരു ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ വേറൊരു ഡിസ്റ്റർബൻസും ഇല്ലാണ്ട് ചോദിച്ചാൽ നമുക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടുള്ളൂ, ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവില്ല, കാര്യങ്ങൾ എഴുതിയെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ മണിയൻ അതനുസരിച്ച് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവനെയും കൂട്ടി മണിയൻ്റെ സ്ക്വാഡിൽപ്പെട്ട ആൾക്കാരും കൂടി വലപ്പാട് വന്നു. അപ്പോൾ ഇവനെ ഞങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ചോദിച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, സംഗതി ശരിയാണ്, ഇയാളെ ഞങ്ങൾ അടിച്ചതാണ്, കമ്പ്യൂട്ടറിക്ക് അടിച്ചതാണ്. അപ്പോൾ 2 അടി അടിച്ചു. ആദ്യത്തെ അടിക്ക് ആൾ വീണു, വീണ്ടും താഴെയായിട്ടൊരു അടി കൂടി തലക്ക് കൊടുത്തു. അപ്പോൾ അയാൾ ഏകദേശം മരിച്ചെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളെപ്പറ്റി ചോദിച്ചു. അപ്പോൾ അതിൻ്റെ കാരണങ്ങളെപ്പറ്റി ചോദിക്കുമ്പോൾ ഈ മരിച്ച ജനാർദ്ദനൻ നായരും
മണ്ണുത്തിലുള്ള ഇയാളുടെ കൂടെ തന്നെ ജോലി എടുക്കുന്ന ഒരാളും തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ജനാർദ്ദൻ നായരുടെ കൂടെ ജോലി എടുക്കുന്ന വേറൊരു സെക്യൂരിറ്റി ഗാർഡ് ആയിട്ട് ജനാർദ്ദൻ നായർക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാർ ഈ ജനാർദ്ദൻ നായർ പട്ടാളത്തിൽ നിന്നൊക്കെ വന്നുകൊണ്ട് വളരെ സ്ട്രിക്റ്റാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഒരു വലിയ ക്യാമ്പസാണത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റൊരുപാട് ചെറിയ ചെറിയ കളവൊക്കെ നടക്കും. അത്യാവശ്യം പൈസയൊക്കെ കിട്ടും കൊടുത്താൽ. അപ്പോൾ അതിനൊക്കെ ഈ ജനാർദ്ദൻ നായർ എതിരാണ്. ഇയാൾ വളരെ നേരെ എന്നുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ജനാർദ്ദൻ നായർ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി എടുക്കുന്ന മറ്റൊരാളായിട്ട് തർക്കമുണ്ടാവുകയും അയാളോട് ഈ കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയിലുള്ള മറ്റുദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇയാളുടെ പേരിൽ നടപടി എടുപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് പേടിയായി. ജനാർദ്ദൻ നായർ മറ്റുള്ളവരോട് പറഞ്ഞാൽ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ട് എൻ്റെ ജോലി പോകുന്ന പേടിയായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനാർദ്ദൻ നായരെ അടി കൊടുക്കാൻ വേണ്ടി ഈ പറഞ്ഞ ഫിറോസിനെ മറ്റുമൊക്കെ ഏൽപ്പിച്ചാണ്. ഈ ഫിറോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈനുദ്ദീൻ്റെയൊക്കെ കൂട്ടുകാരാണ്. അപ്പോൾ സൈനുദ്ദീനോടൊക്കെ ഇത് കാര്യത്തെപ്പറ്റി പറയും. ഫിറോസും അയാളുടെ ഒരു സുഹൃത്തും കൂടി ആണ് ഈ കാര്യം ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ അടീൻ്റെ കാഠിന്യം കൊണ്ട് ജനാർദ്ദൻ നായർ മരിച്ചുപോയി. പക്ഷെ തലക്കുള്ള ഇഞ്ചുറി ആയതുകൊണ്ടും റോഡിൽ ഹൈവേയിൽ വെച്ചായതുകൊണ്ടും പോലീസിൻ്റെ ധാരണ മുഴുവൻ നമുക്കറിയാം. സാധാരണ ലോറിയിൽ ഇരുമ്പിൻ്റെ പ്ലേറ്റും ഇരുമ്പിൻ്റെ കമ്പിയും മറ്റുള്ള സാധനങ്ങളൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ കയറ്റിക്കൊണ്ടുപോകുന്ന ഏതോ വണ്ടിയിൽ നിന്നുണ്ടായ ഇരുമ്പിൻ്റെ മറ്റോ തട്ടിയോ അതിൻ്റെ സൈഡിലുള്ള ക്ലാമ്പ മറ്റോ തട്ടിയോ പറ്റിയ പരിക്കൊണ്ട് ഇയാളും താഴെ വീണ് മരിച്ചാണെന്നായിരുന്നു. അപ്പോൾ ഇത് പുറത്തു വരാനുള്ള കാരണം ഈ മരണത്തിന് ശേഷം ഫിറോസ് ഇടക്കിടക്ക് ഈ ഫിറോസിന് കൊട്ടേഷൻ കൊടുത്ത് ആളെ വിളിച്ചിട്ട് പൈസ ചോദിച്ചു തുടങ്ങി. എനിക്ക് 5000 വേണം, ഇല്ല 10000 വേണം, ഇല്ലെങ്കിൽ ഞാനിത് പുറത്ത് പറയും. ഇത് നിവൃത്തിയില്ലാണ്ട് വന്നപ്പോൾ ഈ പറഞ്ഞ ആൾ പരാതി കൊടുക്കുന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. ഇയാൾ ഭീഷണിപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരവസ്ഥ വന്നപ്പോഴാണ് ഈ മണിയൻ ഈ സൈനുദ്ദീനെ പോയി കൂട്ടിക്കൊടുന്ന് ചോദിക്കുന്നൊരവസ്ഥയിൽ ഈ വിവരം സൈനുദ്ദീൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. അപ്പോൾ ചോദിച്ചെന്നാലും ഈ കാര്യം ഇവനെ അഡ്മിറ്റ് ചെയ്താലൊക്കെ സൈനുദ്ദീനെ കൂട്ടിക്കൊണ്ട് നിർത്തി ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും മണിയനും കൂടി നേരെ സൈനുദ്ദീനെ കൂട്ടിക്കൊണ്ടുവന്നു. സൈനുദ്ദീനോട് ചോദിച്ചു. അപ്പോഴാണ് സൈനുദ്ദീൻ പറയുന്നത്, സൈനുദ്ദീൻ ഈ പറഞ്ഞ ആളുകളൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം നല്ല നിലക്ക് മോഷണമൊക്കെ നടത്തി പോകുന്ന ഒരുത്തനാണ്. നല്ല മോഷണം നടത്തുന്ന ഒരുത്തനാണ് സൈനുദ്ദീൻ. സൈനുദ്ദീൻ ഒരുപാട് ആൾക്കാരെ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. അപ്പോൾ സൈനുദ്ദീൻ ഒരു ദിവസം ഈ പറയുന്ന കീഴ്പ്പള്ളിക്കരയുള്ള ഒരാൾ, അദ്ദേഹം പിന്നീട് ഒരു പോലീസിൻ്റെ ഇൻഫോർമൻ്റായി, അതിലൊരു നല്ല ഇൻഫർമേഷൻ തന്നു അയാളാണ്. അയാൾ ഒരിക്കൽ സൈനുദ്ദീൻ്റെ അടുത്ത് ഒരു പള്ളിയിലൊരു ചടങ്ങ് നടക്കുമ്പോൾ അവിടെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നവനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ചേകന്നൂർ മൗലവി കേസിലെ പ്രതിയാണത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആരാണ്, അയാളുടെ രൂപം ഭാവമൊക്കെ നമ്മൾ ചോദിച്ചു. അതിനുശേഷം കീഴ്പ്പള്ളിക്കരയുള്ള അയാൾ ഈ പറയുന്ന ഇവരായിട്ട് ബന്ധപ്പെട്ട്, പക്ഷേ നല്ല മാന്യമായിട്ട് ജീവിക്കുന്ന ആളാണ്, പക്ഷേ ഇതായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾ കൂടിയാണ്. അയാളുടെ അടുത്ത് പോയി നമ്മൾ ചോദിച്ചു. അപ്പോൾ അയാളോട് പറഞ്ഞു, നമ്മളുടെ അടുത്ത് ഇന്ന ആൾക്കാർ കസ്റ്റഡി ഉണ്ട്, അപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ കാര്യങ്ങൾ പറയണം. അപ്പോൾ അയാൾ അന്നേരം നമ്മളോട് കാര്യം പറഞ്ഞു. ഈ പറഞ്ഞിരിക്കുന്ന ഈ ചേകന്നൂർ മൗലവിയെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് ബഷീർ എന്ന് പറഞ്ഞ ഒരാളാണ്. ബഷീറിൻ്റെ വണ്ടിയിലാണ് മൗലവിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഈ ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിൽ നിന്നും പോയി CBI എത്തിയിരിക്കുന്നു. അപ്പോൾ അന്നേരം അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് CBI ആണ്. അപ്പോൾ നമ്മൾ ഈ ഇൻഫർമേഷനൊക്കെ കൂടി വെച്ച് കളക്ട് ചെയ്തു. ഈ പറഞ്ഞ ആളുടെ കീഴ്പ്പള്ളിക്കാരൻ്റെ ഇൻഫർമേഷൻ, അയാളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തു. അപ്പോൾ അയാളോട് നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ആര് ചോദിച്ചാലും പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ കൂടി ഈ കേസ് പ്രതിയാക്കേണ്ടി വരും. സൈനുദ്ദീൻ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. സൈനുദ്ദീനോട് നമ്മൾ പറഞ്ഞു, നീ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞാൽ നമ്മൾ നിന്നെ സഹായിക്കാം. ഈ പറഞ്ഞ ഇൻഫർമേഷൻ കൂടി വെച്ചിട്ട് അന്ന് ഞങ്ങളുടെ SP ഹേമേന്ദ്ര സാറാണ്. അപ്പോൾ ഞാനും മണിയനും കൂടി അദ്ദേഹത്തെ കാണാൻ ഓഫീസിൽ പോയി. അപ്പോൾ ഓഫീസിലെത്തിയപ്പോൾ അദ്ദേഹം കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മളിതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഈ പറയുന്ന സൈനുദ്ദീനെ ഈ കൂട്ടിക്കൊണ്ടുപോയി എന്ന ബഷീറിനെയൊക്കെ നമ്മൾ അറസ്റ്റ് ചെയ്ത് CBIക്ക് ഹാൻഡ് ഓവർ ചെയ്യണം, അല്ല CBIക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്താൽ മതി എന്നുള്ളതായിരുന്നു ഞങ്ങൾക്കുള്ളൊരു സംശയം. അപ്പോൾ SP അതിനെപ്പറ്റി വളരെ ആലോചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിപ്പോൾ CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നൊരു കേസല്ലേ, അപ്പോൾ നമുക്ക് ഈ കേസ് അവർക്ക് ഈ പറയുന്ന ഇൻഫർമേഷൻ നമുക്ക് അവർക്ക് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഇനിയിപ്പോൾ അവരന്വേഷിക്കുന്നൊരു കേസിൻ്റെ ക്രെഡിറ്റ് നമ്മളെടുത്തതായിട്ട് വേണ്ട.
അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഈ SP വഴി തന്നെ നമ്മളത് CBI കൊടുത്തു. പിന്നീട് ഈ ബഷീറിന് എനിക്ക് തോന്നുന്നു CBI കസ്റ്റഡി എടുത്തു. ബഷീറിനെ CBI ഈ പറയുന്ന ചേകന്നൂർ മൗലവിയുടെ വൈഫിനെ കാട്ടിക്കൊടുത്തപ്പോൾ അവർ ഐഡൻറ്റിഫൈ ചെയ്തു. അവർ പറഞ്ഞു ബഷീറാണ് വന്ന് വീട്ടിൽ വന്ന് മുട്ടി വിളിച്ച്, ബഷീറിൻ്റെ വണ്ടിയിലാണ് ചേകന്നൂർ മൗലവി പോയിരിക്കുന്നത്, അത് ഇയാളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഈ ചേകന്നൂർ മൗലവിയെ കൂട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ ഒരു 3-4 ദിവസത്തിന് ശേഷം വലിയൊരു സംവാദം വെച്ചിട്ടുണ്ട്. ചേകന്നൂർ മൗലവിയും വേറെ ഈ പറയുന്ന മുസ്ലിം മതത്തിൻ്റെ ഒരു അറിയപ്പെടുന്ന വ്യക്തിയും കൂടി ഒരു സംവാദം വെച്ചിട്ടുണ്ട്. ഈ മൗലവി പലപ്പോഴും ഈ ഖുറാനിൽ പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നൊരു പണ്ഡിതനാണ് അയാൾ. ഇദ്ദേഹമായിട്ട് സംവാദത്തിന് വരുന്ന ആളും അറിയപ്പെടുന്ന പണ്ഡിതൻ തന്നെയാണ്. പക്ഷെ നമുക്കറിയാം ചേകന്നൂർ മൗലവി പലപ്പോഴും പറയുന്ന നിസ്കാരത്തെപ്പറ്റി പറയുന്ന കാര്യങ്ങളിൽ, അപ്പോൾ ഫണ്ടമെൻ്റലായിട്ട് ഇസ്ലാം പറയുന്ന പല കാര്യങ്ങളിലും ചിലപ്പോൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരാളാണ് ചേകന്നൂർ മൗലവി. അത് അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ നിരത്താൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വസ്തുതകളുണ്ട്, ആ ഫാക്ട്സ് ഉണ്ട്, അത് വെച്ചാണ് അദ്ദേഹം കാര്യങ്ങൾ തർക്കിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വകവരുത്തുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു ആവശ്യമായിരുന്നു. കാരണം കുറേ പുരോഗമനമായിട്ട് ചിന്തിക്കുന്ന ഒരു പുരോഗമനവാദിയായിട്ടുള്ള ചേകന്നൂർ മൗലവി ജീവിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്കൊരു സഹിക്കാവുന്ന കാര്യമായിരുന്നില്ല എന്നാണ് മനസ്സിലായത്. പക്ഷെ പിന്നീട് CBI ഈ ചേകന്നൂർ മൗലവിയുടെ ശവശരീരം മറവ് ചെയ്തു എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അവിടെയൊക്കെ എക്സ്കവേഷൻ കുഴിച്ചും മറ്റുമൊക്കെ നോക്കിയെങ്കിലും ബോഡി കിട്ടിയില്ല. അത് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ബോഡി ആദ്യം മറവ് ചെയ്ത സ്ഥലത്ത് നിന്ന് തന്നെ എടുത്ത് മാറ്റി വേറെ എവിടെയൊക്കെ മാറ്റി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ CBIക്ക് ഒരു ഇത് കിട്ടാണ്ടിരുന്നത്. പക്ഷേ ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു CBI എനിക്കും മണിയനും എനിക്കൊന്ന് ഒരുപാട് വന്നു. ഒരു CBI SP എനിക്ക് തോന്നുന്നു ചെറിയ പൈസയാണ്, പക്ഷെ അന്ന് ഞങ്ങൾക്കത് വലിയ പൈസ, ഒരു 1000 രൂപ വെച്ച് എനിക്കും 1000 രൂപ മണിയനും ഒരുപാട് കൊടുത്തു. ഇത് കൂടാണ്ട് എനിക്കൊരു 1000 രൂപ CBI SP ഒരുപാട് വന്നത് വേറൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ ചാവക്കാട് ജോണി കേസിലാണ്. ജോണിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിനെ അറസ്റ്റ് ചെയ്യുന്നത് അന്ന് കുന്നംകുളത്തുള്ള എൻ്റെ അടിമപ്പെട്ട രാജനും മണിയും ഞാനൊക്കെ കൂടിയാണ്. ഒരുപക്ഷെ ഞാൻ അവർക്ക് കൊടുത്തൊരു ധൈര്യമായിരിക്കണം ഈ പറയുന്ന അന്നത്തെ ആ പ്രതിയായിട്ട് പറഞ്ഞ സലാമിനെ കൂട്ടിക്കൊണ്ടുവരാൻ. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തിയത് ചാവക്കാട് പോലീസാണെങ്കിലും അതിലെ പ്രതിയെ കൂട്ടിക്കൊണ്ടുവരാനും CBIക്ക് ഹാൻഡ് ഓവർ ചെയ്യാനും രാജനൊക്കെ കിട്ടിയ ധൈര്യം അതുകൊണ്ടായിരിക്കും. പക്ഷേ രാജനും മണിക്കൊന്നും CBI റിവാർഡ് കൊടുത്തില്ല. എനിക്കൊരു 1000 രൂപ റിവാർഡ് തരുകയും ചെയ്തു. പക്ഷേ ആ റിവാർഡ് കിട്ടേണ്ടിരുന്നത് ഈ പറയുന്ന രാജനും മണിക്കുമാണ്. പക്ഷേ ആ ഒരു കേസിൽ CBI അന്വേഷിച്ചിരുന്ന ഈ ഒരു ചേകന്നൂർ മൗലവി കേസിൽ അവർക്കൊരു കുളുവുണ്ടാക്കി കൊടുക്കാൻ, ഒരു തുമ്പുണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് തോന്നുന്നത് കേരള പോലീസിന് മൊത്തത്തിലുള്ളൊരു നേട്ടമാണ്. ഇന്ത്യയിലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള സഞ്ചാരം പെൻഡ്രൈവിൽ സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് HP എന്ന് SMS ചെയ്യുക. HP എന്നീ 2 അക്ഷരങ്ങൾ മാത്രം. ഫോൺ 9995444222. ഞാൻ ഈ 2018 റിട്ടയർ ചെയ്തതിന് ശേഷം അവിടെ എസ്കോപ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അത് തുടങ്ങിയത് DYSP സുബ്രഹ്മണ്യൻ സാറ്, SP രാധാകൃഷ്ണൻ, ചാക്കോ ശങ്കരൻകുട്ടി എന്നവരാണ്. അപ്പോൾ ഞാനും അതിലൊരു മെമ്പറായിട്ട് ചേർന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്തു, എന്നെ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തു. അപ്പോൾ ഈ പറയുന്ന ബാങ്കിൻ്റെ കേസുകൾ എസ്കോപ്സ് എന്നാണ് അതിൻ്റെ പേര്, ആ സ്ഥാപനത്തിൻ്റെ പേര് എസ്കോപ്സ് എന്നാണ്. അപ്പോൾ എസ്കോപ്സ് ഇസാർ ബാങ്കിൻ്റെ അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, സ്റ്റേറ്റ് ബാങ്ക് വരുന്ന ചില ഇൻവെസ്റ്റിഗേഷൻ, അതുപോലെ ഇൻഷുറൻസ് കമ്പനികൾ വരുന്ന ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഒരു ദിവസം ഈ കഴിഞ്ഞ വർഷം 2022 ഒരു പെൺകുട്ടി, ഒരു 10-26 വയസ്സുള്ള കുട്ടിയെ കൂർക്കഞ്ചേരി അവിടെ ഓഫീസിൻ്റെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറിയിട്ടുള്ള സ്ഥലത്ത്, വളരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്, അവരവിടെ ഓഫീസിൽ വന്നു. അപ്പോൾ അവർ താമസിക്കുന്നത് ഒരു 3 സെൻറ്റ് സ്ഥലത്താണ്. അപ്പോൾ അവരുടെ അമ്മ മരിച്ചുപോയി. അപ്പോൾ ഈ കുട്ടിക്ക് 3 വയസ്സുള്ളപ്പോൾ ഇവരുടെ അച്ഛൻ പോയതാണ്. അപ്പോൾ ഇവരുടെ അച്ഛൻ തിരുവനന്തപുരത്ത് ഉള്ള ഒരാളാണ്, അവിടെ ബാലരാമപുരത്തിനടുത്താണെന്നറിയാം. അപ്പോൾ അദ്ദേഹത്തിന് മേസ്ത്രി പണിയാണെന്നറിയാം. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് തൃശ്ശൂർ മേസ്ത്രി പണിക്കായിട്ട് വന്നിട്ട് ഇങ്ങനെ അമ്മയായിട്ട് പരിചയപ്പെട്ട്, ഈ കുട്ടീൻ്റെ അമ്മയായിട്ട് പരിചയപ്പെട്ട് ഇവർ ഒന്നിച്ച് താമസിച്ചിരുന്നതാണ്. അപ്പോൾ അതിൽ അദ്ദേഹത്തിനുള്ള കുട്ടിയാണ് ഈ പരാതിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് 3 വയസ്സുള്ളപ്പോൾ അച്ഛൻ അവിടെ നിന്ന് പോയതാണ്. അപ്പോൾ അതിന് ശേഷം അമ്മ മരിച്ചുപോയി. അപ്പോൾ അമ്മ മരിച്ചപ്പോൾ ഈ താമസിക്കുന്ന വീടും അതിരിക്കുന്ന പ്രോപ്പർട്ടിയും അമ്മയുടെ പേരിലാണ്.
അപ്പോൾ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് അതിൻ്റെ അവകാശം കിട്ടുക, അല്ലെങ്കിൽ ഈ കുട്ടീൻ്റെ പേരിലേക്ക് അത് ആക്കി കിട്ടുകയോ ചെയ്യില്ല. അച്ഛൻ്റെ ഒരു കൺസെൻറ്റ് വേണം, അല്ലെങ്കിൽ അച്ഛൻ്റെ അവകാശം കൂടി കുട്ടിക്ക് കൊടുക്കണം. അത് ഹിന്ദു സക്സഷൻ ആക്ട് അനുസരിച്ച് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ കുട്ടി ഓഫീസിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു, അച്ഛനൊന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കണം. അച്ഛൻ ഇങ്ങനെ മേസ്ത്രി പണിയാണ് എടുക്കുന്നത്. അദ്ദേഹം ഈ ബാലരാമപുരത്തിനടുത്തുള്ള ഒരമ്പലത്തിൻ്റെ അടുത്തോടെ താമസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കൂടെ ജോലി എടുക്കുന്ന തിരുവനന്തപുരം ജില്ലയിലുള്ള പണ്ട് ക്രൈംബ്രാഞ്ചിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു വിജയനുണ്ട്, അത് എസ് ഐ ആയിട്ട് റിട്ടയർ ചെയ്തു. ഒരു വിക്രമനുണ്ട്, വിക്രമന് എസ് ഐ ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. അവരിപ്പോൾ ഞങ്ങളുടെ കൂടെ അത്യാവശ്യം തിരുവനന്തപുരത്ത് വരുന്ന വർക്ക് അവർ ചെയ്യാറുണ്ട്, അന്വേഷിക്കാറുണ്ട്. അപ്പോൾ അവരെ ഏൽപ്പിച്ചു. ഒരു മനുഷ്യത്വപരമായ കാര്യമാണത്. അപ്പോൾ അവർ ഈ പറയുന്ന ബാലരാമപുരത്ത് അവിടെയൊക്കെ പോയി അന്വേഷിച്ച് അവർ ഈ പറയുന്ന ഉയരം കൂടിയ സ്റ്റെപ്പ് കയറി പോകേണ്ട അമ്പലത്തിൻ്റെ അവിടെ പോയി അന്വേഷിച്ച് മേസ്ത്രി ആരാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കി. അപ്പോൾ അവസാനം ഈ മേസ്ത്രി അവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി. അവിടെ ഈ പരിസരത്ത് അവർക്കവിടെയുള്ള കോൺടാക്ട്സും മറ്റൊക്കെ ഉപയോഗിച്ച് മേസ്ത്രി അവർ ലൊക്കേറ്റ് ചെയ്തു. എന്നിട്ട് അയാളോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ മകൾ തൃശ്ശൂരില്ലേ, ആ കുട്ടി നിങ്ങളെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രസകരമായ വസ്തുത, അയാൾക്ക് ഇവിടെ ഒരു ഭാര്യയും കുട്ടികളുടെ കാര്യം അയാളുടെ തിരുവനന്തപുരത്തുള്ള ഭാര്യയ്ക്കും കുട്ടികൾക്കൊന്നും അറിയില്ല. അത് വളരെ രഹസ്യമാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഉണ്ട്, മകളുണ്ട്, പക്ഷെ അയാൾക്ക് ഇതിനെപ്പറ്റി ഒരിതുമില്ല, ഒരു ഗ്രാഹ്യമില്ല. ഇപ്പോൾ മകൾ ജീവിച്ചിരിപ്പുണ്ടോ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും അറിയില്ല. 23-24 വർഷം മുമ്പ് അയാൾ നാട് വിട്ട് പോയതാണ്. പിന്നെ അന്വേഷിച്ചിട്ടേ ഇല്ല അയാൾ. അപ്പോൾ ഈ പറയുന്ന വിജയനും വിക്രമനും കൂടി അയാളോട് പറഞ്ഞു, ടെലിഫോണിൽ അയാളെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറഞ്ഞ് ഒരു ചാക്കുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അയാൾ നമ്മളെ കാര്യം പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടിക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്താൽ ആ വീടിരിക്കുന്ന സ്ഥലവും കുട്ടിയുടെ പേര് കിട്ടിയാൽ ആ വീടൊക്കെ ഒന്ന് പുതുക്കി പണിയാനും അത്യാവശ്യം ലോണൊക്കെ ആ കുട്ടിക്ക് കിട്ടും. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ഈ സൗകര്യം ഇവിടെ വന്നൊന്ന് ചെയ്തു കൊടുക്കണം. അവിടെ തന്നെ ഈ കുട്ടീനെ വിളിച്ചു വരുത്തി ഈ കുട്ടിയായിട്ട് നമ്മൾ ഇയാളെ കൊണ്ട് ഫോണിൽ സംസാരിപ്പിച്ചു. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാളിവിടെ തൃശ്ശൂർ വന്നു, നമ്മളുടെ ഓഫീസിൽ വന്നു. ഈ കുട്ടീനെ വിളിച്ചു വരുത്തി, കുട്ടീനെ കാണിച്ചു കൊടുത്ത് കുട്ടിയായിട്ട് സംസാരിച്ചു. അച്ഛനും മോളും തമ്മിലുള്ളൊരു നല്ല സമാഗമമായിരുന്നു അത്. ഏതായാലും അച്ഛൻ ഈ പറയുന്ന വീടും അതിരിക്കുന്ന സ്ഥലം മകളുടെ പേരിലേക്ക് അയാളുടെ അവകാശം വേണം ആ കുട്ടിക്ക് എഴുതി കൊടുത്തു. ആ കുട്ടിക്ക് അതുകൊണ്ടൊരു വീട് പണിയാനുള്ള ഒരവസരം കൂടി കിട്ടി. അതെനിക്കൊണ്ട് ഈ പറയുന്ന വിജയൻ്റെയും തിരുവനന്തപുരത്തുള്ള വിക്രമൻ്റെയും വളരെ എനിക്കൊണ്ട് കുറച്ചൊരു ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായി. ഇല്ലെങ്കിൽ അങ്ങനെ എളുപ്പത്തിൽ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. കൊണ്ടാണ് ആ കുട്ടീനെ സഹായിക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഞാൻ ജനിച്ചത് എറണാകുളം ജില്ലയിൽ മുളവുകാട് എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ്. മുളവുകാടിൻ്റെ തെക്കേറ്റത്തുള്ള സ്ഥലത്തിൻ്റെ പേര് ബോൾഗാട്ടി. പലപ്പോഴും ബോൾഗാട്ടി എന്ന് പറഞ്ഞാൽ അതറിയുള്ളൂ. എറണാകുളത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന വില്ലേജാണത്. ഒരു ഐലൻഡായിരുന്നു. ഇപ്പോൾ അവിടെ ഗോശ്രീ പാലം വന്നിട്ട് അത് കളമശ്ശേരിയായിട്ടും ഹൈക്കോടതിൻ്റെ അവിടുത്തെ സ്ഥലമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ വിദ്യാഭ്യാസം അവിടെ മുളവുകാട് സെൻറ്റ് ജോസഫ്സ് കോൺവെൻറ്റിലായിരുന്നു. അവിടെ നിന്ന് ഇളങ്ങുന്നപ്പോൾ ഒരു ഗവൺമെൻറ് ഹൈസ്കൂളുണ്ട്, അവിടെ ഇരുന്ന ഹൈസ്കൂൾ വിദ്യാഭ്യാസം. തുടർന്ന് പ്രീ ഡിഗ്രി തൊട്ട് PG വരെ 1974 തൊട്ട് 81 വരെ ഞാൻ മഹാരാജാസ് കോളേജിലായിരുന്നു പഠിച്ചത്. അപ്പോൾ MA ഫൈനൽ ഇയറിന് പഠിക്കുമ്പോൾ ഞാൻ ട്രെയിനിങ്ങിന് പോയി. പോലീസിൽ സെലക്ഷൻ കിട്ടി ഞാൻ ട്രെയിനിങ്ങിന് പോകുന്നു. ട്രെയിനിങ്ങിന് ശേഷം എൻ്റെ പോസ്റ്റിങ്ങൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതിനുശേഷം ഞാൻ മണ്ണാർക്കാട് SC ആയിരിക്കുമ്പോഴാണ് എൻ്റെ വിവാഹം നടന്നത്. പാലക്കാട് ചിറ്റൂർ വീടുള്ള ഉദയചന്ദ്രികയാണ് എൻ്റെ ഭാര്യ. അതിൽ ഞങ്ങൾക്ക് 3 കുട്ടികളുണ്ട്. മൂത്ത കുട്ടീൻ്റെ പേര് അശ്വതി. അപ്പോൾ അശ്വതിൻ്റെ മാരേജ് കഴിഞ്ഞു. അശ്വതി പിന്നെ ബേസിക്കലി ഒരു എഞ്ചിനീയറാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഇൻ്റർനാഷണൽ പബ്ലിക് സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി നോക്കുന്നു. അശ്വതിൻ്റെ ഭർത്താവ് ഹരികൃഷ്ണൻ, അദ്ദേഹവും ഒരു ബേസിക്കലി എഞ്ചിനീയറാണ്. അദ്ദേഹം ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്നു. അതിൻ്റെ തൊട്ട് താഴെയുള്ള മകൻ്റെ പേര് അഭിജിത്ത്. അയാൾ MSW കഴിഞ്ഞു. അയാളിപ്പോൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പ്രൊജക്റ്റ് വർക്ക് ചെയ്യുന്നു. അതിൻ്റെ തൊട്ട് താഴെ ഒരു ആൺകുട്ടിയുണ്ട്, അമൃത എന്ന് പറഞ്ഞിട്ട്. ആ കുട്ടി ഇപ്പോൾ BCom കഴിഞ്ഞു. BCom കഴിഞ്ഞിട്ട് MBAൻ്റെ CATന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ പേര് നീലാംബരൻ. അദ്ദേഹം പോലീസിലായിരുന്നു. അദ്ദേഹം SI ആയിട്ട് റിട്ടയർ ചെയ്തു. അമ്മയുടെ പേര് സുനന്ദ എന്ന് പറയും. നമ്മുടെ സ്വന്തം വീട് പനയപ്പള്ളി കൊച്ചിയിലാണ്. അമ്മയും അച്ഛനും മരിച്ചുപോയി. ഞങ്ങൾ 8 കുട്ടികളാണ് ആകെ. എൻ്റെ താഴെയാണ് 7 പേരും. അതിൽ 2 ആൺകുട്ടികളും ബാക്കി 5 പെൺകുട്ടികളുമാണ്. പെൺകുട്ടികളെല്ലാം കല്യാണം കഴിഞ്ഞ് അവരുടെ ഭർത്താക്കന്മാരും കുട്ടികളുമായിട്ട് സുഖമായിട്ട് എറണാകുളത്തും പരിസരത്തും പറവൂരൊക്കെ ആയിട്ട് താമസിക്കുന്നു. അനുജൻ, എൻ്റെ തൊട്ട് താഴെയുള്ള അനുജൻ, തൊട്ട് താഴെ എന്ന് പറയുമ്പോൾ 4ാമത്തെ ആയിട്ട് വരും. ആൺകുട്ടികൾ എൻ്റെ തൊട്ട് താഴെയുള്ള അനുജൻ ജയരാജാണ്.
അയാൾ ഈ മുളവുകാട് തറവാടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറി ഒരു വീട് വെച്ച് താമസിക്കുന്നു. അവിടെ ഒരു സ്കൂളുണ്ട്, ഒരു ALPS സ്കൂളുണ്ട്, മാനേജ്മെൻറ്റ് സ്കൂളാണ്. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റും അതിൻ്റെ HM ഒക്കെ ആയിട്ട് അവൻ്റെ ഭാര്യയുണ്ട്, അവരാണിത് മാനേജ് ചെയ്യുന്നത്. ഏറ്റവും താഴെയുള്ള അനുജൻ അയാൾ സജിൽ രാജ്, അയാൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അയാളിപ്പോൾ ഏറ്റവും ഇളയ സിസ്റ്റർ പറവൂരുണ്ട് ഷീജ, അവളവിടെ ഒരു കെമിക്കൽസിൻ്റെയൊക്കെ ബിസിനസ്സാണ്, അവളുടെ കൂടെയാണ് താമസിക്കുന്നത്. അയാളവിടെ പഞ്ചായത്ത് ഓഫീസിൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതാണ് എൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം. ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം എസ്കോപ്സിൽ മെമ്പറായെന്ന് പറഞ്ഞു. അപ്പോൾ എസ്കോപ്സിൽ മെമ്പറായതിന് ശേഷം അവിടെ ഹരിശ്രീ എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളുണ്ട്, ഹരിശ്രീ വിദ്യാനന്ദി സ്കൂൾ. അത് തൃശ്ശൂർ പൂങ്കുന്നത്താണ്, ഒരു ICSE സിലബസാണ്. അപ്പോൾ അതൊരു 1765 കുട്ടികളോളം ഇപ്പോൾ ഉണ്ട്. അതിൻ്റെ ഒരു ഫൗണ്ടർ പ്രിൻസിപ്പളുണ്ട്, ശ്രീമതി നളിനി ചന്ദ്രൻ, വളരെ ഒരു വെറ്ററൻ ആയിട്ടുള്ള പ്രിൻസിപ്പളായിരുന്നു ഇവർ. ഒരു അക്കാഡമിഷ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് നന്നായിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുകയും കമ്മിറ്റഡാണ്. അപ്പോൾ ആ മാഡമായിരുന്നു എൻ്റെ പ്രിൻസിപ്പൾ. ആ മാഡത്തിൻ്റെ ഒരു വിഷൻ ആ സ്കൂളിൻ്റെ പ്രവർത്തന ശൈലിയിൽ കാണാം നമുക്ക്. ആ കുട്ടികളുടെ അവിടുത്തെ പ്രൊഫഷൻസ് ഇൻ ലാംഗ്വേജ്, എസ്പെഷ്യലി ഇൻ ഇംഗ്ലീഷ് സബ്ജക്ട്സിന് വളരെ അറിയപ്പെടുന്നതാണ്. ഒരുപക്ഷെ തൃശ്ശൂരത്തെ ഏറ്റവും നല്ല റെപ്യൂട്ടഡ് സ്കൂളാണത്. അപ്പോൾ അതിൻ്റെ CEO ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് അവിടെ വിദ്യ ഇൻ്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്, VICT. അവരുടെ 2 കോളേജുണ്ട്, വിദ്യ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് തലക്കോട്ട് വരെ ഒരു എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. അവിടെ മിക്ക ബ്രാഞ്ചും ഉണ്ട്. പിന്നെ MTech ഉണ്ട്. അതുകൂടാണ്ട് MC ഉണ്ട്. ഏകദേശം 2560-70 കുട്ടികളോളം ഇപ്പോൾ അവിടെ പഠിക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ ഒരു ബ്രാഞ്ച് കിളിമാനൂരുണ്ട്, അവർക്കൊരു കോളേജുണ്ട്. അപ്പോൾ അതിൻ്റെ ഡയറക്ടറായിട്ട് കൂടി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. അതിൽ നിന്നൊരു പ്രോഫിറ്റും ഒരാളും എടുക്കുന്നില്ല. കിട്ടുന്ന പൈസ മുഴുവൻ കുട്ടികൾക്ക് സ്കോളർഷിപ്പായിട്ടും മറ്റുള്ള എഡ്യൂക്കേറ്റ് കൊടുക്കുകയാണ്. അത് മുഴുവൻ NRIs കൂടി ചേർന്നൊരു തുടങ്ങിയ സ്ഥാപനമാണ്. അതിൻ്റെ വിഷൻ തന്നെ ഈ പ്രോഗ്രസ് ത്രൂ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ അവരാരും ഇതിൻ്റെ മാനേജ്മെൻറ്റ് കാര്യത്തിൽ ഇടപെടില്ല. അതിൻ്റെ മാനേജ്മെൻറ്റ് മുഴുവൻ നടത്തുന്നത് ഈ പറയുന്ന 2 ഡയറക്ടേഴ്സാണ്. ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടറുണ്ട്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടറുണ്ട്. അതിൻ്റെ എല്ലാ ഫിനാൻഷ്യൽ മാറ്റേഴ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ 2 ഡയറക്ടേഴ്സ്, ഞങ്ങൾ 2 ഡയറക്ടേഴ്സും കൂടി ചെയ്യണം. അതൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ വർക്കും ചാരിറ്റി തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു വളരെ നന്നായിട്ട് പോകുന്ന ഒരു കോളേജാണത്. അതെനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ വർഷം വരെ ഏകദേശം 62 കോടി രൂപ, 2000 തുടങ്ങിയ കോളേജ് ഏകദേശം 62 കോടിയോളം രൂപ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് മറ്റുമായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് ഈ പറയുന്ന ഞാനൊരു കമ്പനീൻ്റെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതും ഈ YLL എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയാണ്, ഒരു NBFC ആണത്. അപ്പോൾ അതിൻ്റെ MD മാനേജിംഗ് ഡയറക്ടർ ശ്രീ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അതിൻ്റെ ചെയർമാൻ ഒരു ഒറ്റപ്പത്ത് രാമേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് മറ്റേ ബോട്സ്വാനയിൽ ബിസിനസ് ചെയ്യുന്ന ചോപ്പീസ് എന്ന് പറഞ്ഞ ഒരുപാട് സൂപ്പർ മാർക്കറ്റിൻ്റെ ശൃംഖലയുള്ള അദ്ദേഹമാണ്. പലപ്പോഴും 3 മാസം കൂടുമ്പോഴുള്ള മീറ്റിംഗ് അദ്ദേഹത്തും വളരെ നല്ല നിലക്ക് പോകുന്ന, വളരെ സ്ട്രെയിറ്റായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് പോകുന്ന സ്ഥാപനമാണ്. അവിടെ അതിൻ്റെ ഒരു നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് കൂടി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റുള്ള ചാരിറ്റബിൾ ആക്ടിവിറ്റീസ്, മറ്റ് തൃശ്ശൂരായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചാരിറ്റബിൾ ആക്ടിവിറ്റീസിൽ അതായിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഷൻ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെപ്പറ്റി മൊത്തത്തിൽ പറയാനുള്ള ഇതാണ്. ഞാനിപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ കൂർക്കഞ്ചേരി ചിയാരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ 20 സെൻറ്റ് ഭൂമി മേടിച്ച് അവിടെയാണ് ഞാൻ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. സ്വന്തമായിട്ട് വീട് വെച്ച് അവിടെ താമസിക്കുന്നു. അപ്പോൾ ഇപ്പോഴും രാവിലെ ഓഫീസിൽ പോവുക, വൈകിട്ട് ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ 6 മണിയാവും. അതുകൊണ്ട് തന്നെ പലപ്പോഴും എസ്കോപ്സിൽ പോക്ക് നടക്കുന്നില്ല. എന്നാലും പോവുകയാണെങ്കിൽ പിന്നെ ഒരു 5-5:30 ശേഷം അവിടെ എത്തിയാൽ അവിടെ നിന്ന് വരുമ്പോൾ 7-7:30 മണി വരെയാവും. അപ്പോൾ എസ്കോപ്സും മറ്റൊക്കെ കൂടി ഒരു സഹോദരന്മാരെന്ന പോലെ ഞങ്ങൾക്ക് പോകാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമയം മുന്നോട്ട് പോകുന്ന അറിയുന്നില്ല എന്നാണ് പറയാനുള്ളത്.